ഇന്ന് പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിൽ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്കാണ് നീങ്ങുന്നത്. അവിടെ BJP എന്നൊരു റാലി ആഹ്വാനം നൽകിയിട്ടുണ്ട്. നഭന്ന അഭിജൻ എന്നാണ് ആ റാലിക്ക് നൽകിയിരിക്കുന്ന പേര്. ഈ റാലിയിൽ പങ്കെടുക്കുന്നതിന് ഇന്നലെ മുതൽ തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള BJP RSS പ്രവർത്തകരും കൊൽക്കത്തയിൽ എത്തിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിലേക്കാണ് ഈ റാലി നടക്കുന്നത്. ഈ റാലിയിൽ അക്രമാസക്തമായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് TMC നേതാക്കൾ പറയുന്നു. കാരണം ഈ റാലിയിൽ പങ്കെടുക്കുന്ന പല നേതാക്കളും കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ഇടങ്ങളിൽ നടത്തിയ പ്രസ്താവനയിൽ തങ്ങൾ തോക്കുപയോഗിക്കുമെന്നും വെടിയുണ്ടകൾ ചീറിപ്പായുമെന്നും പറയുന്നു. ഏതായാലും തൃണമൂൽ കോൺഗ്രസും ഗുണ്ടകളും ഈ റാലി തടയുന്നതിന് വേണ്ടി ശ്രമിക്കുമെന്ന് BJPയും ആരോപിക്കുന്നു. പോലീസുകാരുടെ വേഷത്തിലായിരിക്കും ഈ റാലിയിൽ അക്രമം ഉണ്ടാക്കാനായി ശ്രമിക്കുക എന്ന് പറയുന്നു. ഇവിടെ മമതാ ബാനർജി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ഈ റാലിയിൽ BJPക്കാരും RSSകാരും AVPക്കാരും മാത്രമല്ല ഉള്ളത്, CPMൻ്റെ സഖാക്കളും ഈ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവരെല്ലാം വലിയൊരു പ്ലാനിങ്ങിലാണ്. കൊൽക്കത്തയിൽ ഒരു വലിയ കലാപം നടത്തി തൻ്റെ സർക്കാരിനെ താഴെയിടാനുള്ള ഒരു അവസാന നീക്കമാണ് BJP നടത്തുന്നതെന്നാണ് പറയുന്നത്. ഏതായാലും ഇന്ന് പശ്ചിമ ബംഗാൾ സംഘർഷഭരിതമാണ്. റാലിക്കായി വിവിധയിടങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് പേരാണ് കൊൽക്കത്തയിലെത്തി തമ്പടിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ റാലി തടയുമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി നാം പശ്ചിമ ബംഗാളിൽ കാണുന്ന സംഘർഷങ്ങളുടെ ഒരു ഭാഗത്ത് BJPയും CPMും ചേർന്ന് നടത്തുന്ന അല്ലെങ്കിൽ അവരുടേതായ ഒരു കൂട്ടുകെട്ട്, മറുഭാഗത്ത് TMCയുടെ ഗുണ്ടകളുടെ ഒരു ഭാഗം നിൽക്കുന്നു. ഏതായാലും ഇന്നത്തെ ദിവസം എന്താകുമെന്ന് വരും മണിക്കൂറിൽ അറിയാൻ കഴിയും. ന്യൂസ് ഡെസ്ക് മലയാളം.